ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, കിട്ടിക്കാണുമല്ലോ. ഇമെയിലായിട്ട് എത്തിക്കാണും. ഇന്നത്തെ സ്ലൈഡ്സ് ഈ ആഴ്ച തൊട്ട് പുതിയൊരു സെർമൺ സീരീസ് നമ്മൾ ആരംഭിക്കുക. ധനത്തെക്കുറിച്ച് ഉള്ള ഒരു സീരീസാണ്. അടുത്ത ഒരു 4-5 ആഴ്ചത്തേക്ക് ധനത്തെക്കുറിച്ച് ഉള്ളൊരു സീരീസ് ആയിരിക്കും. ഇന്ന് വളരെ സിമ്പിളായിട്ട് വാട്ട് ഈസ് വെൽത്ത്, എന്തുവാ ഈ ധനം എന്തുവാന്നുള്ളത് എല്ലാം ഒന്നും പറയാനുള്ള സമയമൊന്നുമില്ല. കുറച്ച് കാരണം മാത്രം പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഒന്നാമത് ആദ്യത്തെ ഒരു കാര്യത്തിലൂടെ ഡയറക്റ്റായിട്ട് കിടക്കാം. എന്തുവാ ഈ പണം? ഈ സാധാരണ തണുപ്പ് രാജ്യങ്ങളിൽ കിളിക്കുന്ന ഒരു മരമുണ്ട്. അവിടെ ആൾക്കാർ രാവിലെ പോയിട്ട് ഈ മരത്തെ പിടിച്ച് കുലുക്കുമ്പോൾ താപ്പോട്ട് വീഴും ഈ പണം. ആരെങ്കിലും ഈ കഥ കേട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, കൊച്ചിലെ കേട്ടുള്ള. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഈ കിളിക്കത്തുള്ളൂ, എല്ലായിടത്തും ഒന്നും കിളിക്കത്തില്ല. പ്രത്യേകിച്ച് ചൂടുള്ള രാജ്യങ്ങളിൽ അത് കിളിക്കാൻ പ്രയാസമാണ്. എന്നാലും തണുപ്പുള്ള രാജ്യങ്ങളിൽ അത് കിളിക്കുക. അവിടെ ചെന്ന് കുലിക്കാൻ മതി, താഴോട്ട് വീഴും പണം. പിന്നെ വേറൊരു തലമുറ വന്നപ്പോഴത്തേക്ക് പണം ഈ ഭിത്തിക്കകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനമാണ്. ഈ ATM മെഷീൻ ആരംഭത്തിലൊക്കെ ഈ ഭിത്തിയിലോട്ട് ഫിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആ തലമുറ നോക്കിയപ്പോൾ പണം ഭിത്തിക്കകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനമാണ് ഈ പണം, മണി. ഇപ്പോഴത്തെ തലമുറ ഇതേ പിടിച്ച് ഞെക്കുമ്പോൾ അങ്ങ് ഞെക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല, അങ്ങ് പണം ഉണ്ടായി. സ്തോത്രം. വാട്ട് ഈസ് മണി? എന്തുവാ ഈ പണം? ചരിത്രത്തിൽ കാണുന്നത് എന്ന് പറയുന്നു, ഞാൻ അന്നൊന്നും ഇല്ലായിരുന്നു, എന്നാലും അന്നൊരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയും. എനിക്കൊരു സാധനം വേണമെങ്കിൽ ഞാൻ അത് ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അങ്ങോട്ട് തരുന്നു. ഒരു എക്സ്ചേഞ്ച് അല്ലേ? ഇപ്പം എനിക്ക് നിങ്ങളുടെ ഇരിക്കുന്നൊരു സാധനം എനിക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് തരുന്നു, നിങ്ങൾ അതിൻ്റെ റെസ്പോൺസായിട്ട് ഇങ്ങോട്ട് തിരിച്ചൊരു ഐറ്റം തരുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത്. അതൊരു ബാർട്ടർ സിസ്റ്റം. എന്നാൽ അതിരിച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ ഇരിക്കുന്ന സാധനം എൻ്റെ കയ്യിലുള്ളതിനെക്കാട്ട് കൂടുതൽ വിലപിടിപ്പുള്ളതാണെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഇരിക്കുന്ന ഇതിൻ്റെ 2-3 തരണോ, അതോ 5 തരണോ, അതോ 10 തരണോ? അപ്പോഴത്തേക്കത് അതിൻ്റെ മൂല്യം ഇതിൻ്റെ മൂല്യം തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുന്നു. ആര് തീരുമാനിക്കും? ഇതിലെ 5 തന്നേലായിരിക്കും 10 തരണോ, അതിൽ 1 മതിയോ? എങ്ങനെ തീരുമാനിക്കും? പിന്നീടുള്ള കാലങ്ങളിൽ സ്വർണം, വെള്ളി, കോപ്പറിൻ്റെ മലയാളം അറിയത്തില്ല, ഓക്കെ, ചെമ്പ്, താങ്ക് യു, ചെമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. കാരണം സ്വർണം പ്രത്യേക ഒരു മെറ്റലാണ് അല്ലേ? അങ്ങ് ദ്രവിച്ചു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ചില അഴുക്ക് വേണ്ടാലും ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ ഒറിജിനലി ഉള്ള പോലെ തിളങ്ങി മിനിങ്ങി നല്ല രസമായിട്ടിരുന്നോളൂ. ഓക്കെ. അതുമാത്രമല്ല, ഇന്ന് പണ്ട് കുഴിച്ചിട്ടുള്ള സ്വർണം 100, 200, 500, 1000 വർഷം മുമ്പേ ആരോ കുഴിച്ചിട്ട് സ്വർണത്തിൻ്റെ എന്തെങ്കിലും നാണയമോ എന്തെങ്കിലും ഇന്ന് കിട്ടിയാലും അതും എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കിയാൽ മതി, അതുപോലെ തിളങ്ങും. ഒത്തിരി വാല്യൂ ഉണ്ട്. വേറെ പല കാര്യങ്ങളും ഗോൾഡിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെയുള്ള പല ഗുണങ്ങളുള്ളത് കൊണ്ട് സ്വർണവും ഉപയോഗിക്കാൻ തുടങ്ങി. സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മൂല്യം കൊടുത്തു. അപ്പോൾ സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വരുന്ന പ്രശ്നം ഇത് കൊണ്ടു നടക്കണമെന്ന് മാത്രമല്ല, ഇത് മോഷ്ടിക്കാനുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ഇത് സ്റ്റോറേജ് പ്രശ്നമാണ്. എവിടെ കൊണ്ട് സൂക്ഷിക്കും? അങ്ങനെയുള്ള അപകടങ്ങളുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ആൾക്കാർ
വീടിൻ്റെ താഴെ കുഴി കുഴിച്ചിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ഭിത്തിക്കകത്ത് വയ്ക്കും, പല പല രീതിയിലൊക്കെ ചെയ്യും. എന്നാലും മോഷ്ടിക്കാൻ വരുന്നവർക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് ഈ ക്ഷമിക്കണം, മലയാളം വാക്കുകളെല്ലാം കിട്ടാത്തതുകൊണ്ട് ഈ ഗോൾഡ് സ്മിത്ത്, ഈ സ്വർണം പണി ചെയ്യുന്നവർ, അവർക്ക് ഇതിനു വേണ്ടിയുള്ള വോൾട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 17th century യൂറോപ്പിൽ ആൾക്കാർ ഈ അവരുടെ കയ്യിലുള്ള സ്വർണം കൊണ്ട് ഇവരുടെ കൊടുത്തിട്ട് അവരതിനകത്ത് പൂട്ടി വെച്ചോളും. സ്വർണം അവരുടെ കൊടുത്തിട്ട് അവരതിനകത്ത് പൂട്ടി വയ്ക്കും. പൂട്ടി വെച്ചിട്ട് ഒരു പേപ്പറിൽ അവർ എന്തു ചെയ്യും, എഴുതി തരും. അവരൊരു സിഗ്നേച്ചറോ സീലോ വെച്ചിട്ട് ഒരു പേപ്പറിൽ അവർ തരും, ഒരു റിസീറ്റ് തരും. ആ റിസീറ്റ് കൈ വെച്ചേക്കും. ആ റിസീറ്റ് കൈ വെച്ചിട്ട് പിന്നീട് എന്ന് ചെന്നാലും ഇത് കൊടുത്താൽ ആ സ്വർണം തിരിച്ചു കിട്ടും. പിന്നെ ആ പേപ്പർ എന്തു ചെയ്യും, ആ പേപ്പർ എനിക്ക് വേറൊരാളെ കൊടുക്കാം. കാരണം ആ പേപ്പർ ഇപ്പോഴ് സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മൂല്യം. പേപ്പറാ അല്ലേ, നമ്മുടെ പോക്കറ്റിലുള്ള ഇതാണെങ്കിലും പേപ്പറാണ്. എന്നാലും ആ പേപ്പറിൻ്റെ പിന്നാലെ ഒരു മൂല്യമുണ്ട്. ആ പേപ്പർ കൊണ്ട് അദ്ദേഹത്തിനെ കൊടുത്താൽ സ്വർണം കിട്ടും, ഒരു മൂല്യം. അത്ര മാത്രം അതിനെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ. കഥ പറയാൻ തുടങ്ങിയ ഒത്തിരി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. എങ്ങനെ ചരിത്രത്തിൽ പണം വർദ്ധിക്കാൻ തുടങ്ങിയത്, അതെങ്ങനെ വർദ്ധിച്ചു എന്നുള്ള കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ. അപ്പം വാട്ട് ഈസ് മണി? മണി സ്റ്റോഴ്സ് വാല്യൂ. അതിനകത്ത് ഒരു മൂല്യമുണ്ട്. രണ്ടാമത്, വെൽത്ത് കംസ് ഫ്രം ഗോഡ്. ഈ ധനം എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് വരുന്നു. അടുത്തലോട്ട് പോകാം. ദൈവത്തിൽ നിന്നായി ധനം വരുന്നത്. അതെങ്ങനെയാണ്? ഒരു വാക്യം ഒന്ന് വായിക്കുക. ആരെങ്കിലും ഒന്ന് ബൈബിൾ വായിക്കാൻ സഹായിക്കണേ. ആവർത്തന പുസ്തകം അതിൻ്റെ 8ാം അധ്യായത്തിൻ്റെ 18ാം വാക്യത്തിൽ ബൈബിളിലൊന്ന് എടുത്തേര്. ആവർത്തനം 8:18. എല്ലാവരും ബൈബിൾ കൊണ്ടുവരണേ ദയവായിട്ട്. ഇവിടെ നമ്മൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഇവിടെ അത് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ബൈബിളിലെ വാക്യം നമ്മൾ ബൈബിൾ തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? Deuteronomy 8:18. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തത്, തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ശ്രദ്ധിച്ചോണേ, എന്തിനു വേണ്ടിയാ? തൻ്റെ നിയമം ഉറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? സമ്പത്തുണ്ടാക്കുവാൻ. അപ്പം അങ്ങനൊരു മരം ഉണ്ടോ? അതിൻ്റെ വിത്ത് എവിടെ കിട്ടും? സമ്പത്തുണ്ടാക്കുവാൻ. അങ്ങനല്ലേ എഴുതിക്കുന്നത്? സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരും. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ഈ സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് ശക്തി തന്നിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശക്തി ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് ഹി ഗിവ്സ് യു ദി എബിലിറ്റി. ഇതുണ്ടാക്കുവാനുള്ള കഴിവ് തന്നിരിക്കുന്നു. ഈ കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. ഞാൻ ഈ മ്യൂസിഷ്യൻസ്, ഈ ഗിറ്റാറും കീബോർഡും ഒക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ നല്ല മ്യൂസിഷ്യൻസ് ആയിരുന്നു. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് 10% ടാലൻറ്റ്, 90% ഹാർഡ് വർക്ക്. പലരും പറഞ്ഞിട്ടുള്ള സമ്പത്തുണ്ടാക്കുവാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നു. അതെന്ത് നമ്മൾ ചെയ്യണം? അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. എനിക്കൊന്ന് ഈ ഇച്ചിരി കൂടുതലായിപ്പോയി കേട്ടോ.
അതുകൊണ്ട് മുഴക്കമായി. താങ്ക് യു. ആ മുഴക്കം നല്ല, ദൈവം സംസാരിക്കുന്നവരൊക്കെ ഒരു വലിയ മുഴക്കം പണ്ടത്തെ മൂവീസിനകത്ത് കാണുന്ന പോലെ, എന്നാലും അത്രയും വേണ്ട. അപ്പോഴേ ഇതിൻ്റെ കഴിവ്, ഇതിൻ്റെ അബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? അത് വളർത്തിയെടുക്കണം. ആ കഴിവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഉപയോഗിക്കണം. അത് വളർത്തിയെടുക്കണം, അത് ഉപയോഗിക്കണം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ഇത് വളർത്തിയെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എപ്പോഴേ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി 1 അതിൻ്റെ 11-12 വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 1 അതിൻ്റെ 11-12. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഈ ഭൂമിക്കകത്ത് വിത്ത്, ചെടി, ഗ്രാസ്, പോച്ച, ഇതെല്ലാം വളരാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ദൈവം ആ ഭൂമിക്കകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ധനം ഈ ലോകത്തിൽ എത്രയുമുണ്ട്. ഭൂമിയുടെ വാല്യൂ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും അല്ലേ? വസ്തു മെനക്കെട്ട് കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും കുറച്ച് വസ്തു വാങ്ങിച്ചാൽ എങ്ങനെങ്കിലും ഒരു 10-20 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം കൂടുമെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? വസ്തു ഇനിയും ലാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കത്തില്ല, ഇനി വർദ്ധിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ലാൻഡ് വാല്യൂ എപ്പോഴും കൂടും. കാരണം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഭൂമി ഇങ്ങനെ ഉയർത്തുകൊണ്ടിരിക്കുന്നില്ല. സെയിം സൈസാണ്, വ്യത്യാസം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ മൂല്യം കൂടും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈ ലിമിറ്റ് ചെയ്തൊരു സപ്ലൈ മാത്രമേ ഉള്ളൂ. ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച്. അതുകൊണ്ട് ഭൂമി വികസിക്കാത്തതുകൊണ്ട് കെട്ടിടങ്ങൾ മേളിലോട്ട് അങ്ങ് പണിയുവാണ് നമ്മൾ. അതിൻ്റെ വേറെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അതൊരു സൊല്യൂഷനാണ്. അതും സ്ക്വയർ ഫീറ്റ് മേളിലോട്ടായി ഇപ്പോൾ അളക്കുന്നത് അല്ലേ? അങ്ങനെയുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഈ ഒരു ചോദ്യമാണ്. ഈ ധനം, വെൽത്ത് ലിമിറ്റായിട്ടുള്ള സപ്ലൈ ആണോ അതോ ലിമിറ്റ് ഇല്ലാത്തതാണോ? ഭൂമി ലിമിറ്റുണ്ട് അല്ലേ? ഇത്രേ ഉള്ളൂ ഭൂമി, അത് വളരാൻ പോകുന്നില്ല. ധനമോ? ആ ചിന്ത നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി. ഇപ്പം നമ്മൾ ചിന്തിക്കുക ധനം ഈ ഭൂമിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ധനമാണ്. അങ്ങനാണെങ്കിൽ മറ്റൊരാൾക്ക് എന്നെക്കാട്ടിലും കൂടുതൽ ധനമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് കുറഞ്ഞു. പണ്ട് തമാശ പറയാൻ ആരെങ്കിലും കോട്ടുവായിടുമ്പോൾ, നിങ്ങൾ കോട്ടുവായിടുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടുന്നു, കാരണം നിങ്ങൾ കൂടുതൽ ഏറെ വലിച്ചെടുത്തു എന്ന് പറയും. കൂടുതൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്വാസം എനിക്കെടുക്കാൻ ബുദ്ധിമുട്ടായി, കാരണം നിങ്ങൾ കൂടുതൽ അങ്ങ് എടുത്തു. നമ്മളങ്ങനെ ചിന്തിക്കാറില്ല, എന്നാലും തമാശ പറഞ്ഞിട്ടുണ്ട്. അപ്പം ധനം, പണം ഈ ഭൂമിയിൽ ലിമിറ്റ് ചെയ്തൊരു സപ്ലൈ ആണോ എന്ന് ചിന്തിക്കുവാണെങ്കിൽ, എന്നെക്കാട്ടിലും കൂടുതൽ ധനം ഉള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ധനം കിട്ടിയത് മുഖാന്തരം എനിക്ക് കുറഞ്ഞു. എൻ്റെ പോക്കറ്റ് ഇച്ചിലൂടെ ടൈറ്റായി, എൻ്റെ പോക്കറ്റ് ഇച്ചിലൂടെ കാലിയായി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2 A വെച്ചുള്ള 2 പേരുള്ള നമ്മുടെ ഈ രാജ്യത്ത് വളരെ ഫേമസ് ആയിട്ട് 2 പേര്, A വെച്ചുള്ള 2 പേരുണ്ട്. അവരുടെ കാര്യം പറഞ്ഞിട്ട് പറയും, കണ്ടോ പാവപ്പെട്ടവരുടെ പണം കൊള്ളയിട്ടതാണ്. അപ്പം ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കിയോ എത്ര കോടി നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തെന്ന്? ഇതൊക്കെ ചോദിച്ചാൽ പ്രശ്നമാണ്, ഇതൊക്കെ സംസാരിക്കാൻ പോകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ചിലരോടെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളൂ.
കാരണം വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാലും അതൊരു ചിന്താ രീതിയാണ്, ഒരു മൈൻഡ് സെറ്റാ, ഒരു മനോഭാവമാണ്. അപ്പം ധനം വർദ്ധിക്കാൻ ഒക്കുമോ? ധനം വളർത്തിയെടുക്കാൻ, ഭൂമി വർദ്ധിക്കാൻ ഒക്കത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ധനം വർദ്ധിക്കാൻ ഒക്കുമോ? ഇലോൺ മസ്ക് പറയുന്നു മാഴ്സിൽ പോയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ല, മറ്റ് പ്ലാനറ്റ്സിൽ പോയിട്ട് അവിടെ വേണേൽ വസ്തു വാങ്ങിക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിറ്റ് തരാം, നല്ല പ്രൈസിന് തരാം അവിടുത്തെ വസ്തു. ഒറിജിനൽ ഡീഡും തന്നേക്കാം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ധനം വർദ്ധിക്കാൻ ഒക്കുമോ? ഭൂമിയിൽ വിത്ത് വിതറി വളം, വെള്ളം തക്കതായ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് കിളിക്കും, ഫലമുണ്ടാവും. ബൈബിളിൽ പറഞ്ഞേക്കുന്ന 30, 100, 30, 40, 60, 100 മേനി ഫലമുണ്ടാകും. ചിലർ കഷ്ടപ്പെട്ട് അധ്വാനിക്കും, ചിലർ കഷ്ടപ്പെട്ട് ബുദ്ധിയോട് അധ്വാനിക്കും. ചിലർ നമ്മുടെ ഈ ലാൻഡ് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ വെറുതെ ചുമ്മാതെ പോച്ച കളിച്ച് വെള്ളമൊക്കെ നട്ടാൽ പോരെ. നമ്മൾ വളരെ നല്ല കാര്യം തന്നെ. സഹോദര, നിങ്ങളതൊന്നും ചെയ്യാമോ? അതിന് താല്പര്യമുള്ളവരാരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാലും അത് ശരിയല്ലയോ അല്ലേ? ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കാമായിരുന്നെങ്കിൽ നല്ലപോലെ നമുക്കൊരു വിളവ് അതിൽ നിന്ന് കിട്ടും. അത് ബുദ്ധിയോട് ചെയ്യാമെങ്കിൽ കൂടുതൽ വിളവ് കിട്ടും. എന്നാലും നമുക്കറിയാം പലയിടത്തും ഭൂമി വെറുതെ കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലേ? ഇഷ്ടം പോലെ വെറുതെ കിടപ്പുണ്ട്. ആരോ പറഞ്ഞു ഫാമിങ് ചെയ്യാൻ വേണ്ടിയുള്ള റോബോട്ട്സിനെ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ആവശ്യമാണ്. അതിനെ കുറേ എണ്ണത്തിന് ഇറക്കാമെങ്കിൽ ഈ കണ്ടമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടംപോലെ ലാൻഡ് കേരളത്തിൽ, ലാൻഡ് കുറവാണ് എന്നാലും കിടപ്പുണ്ട്, വെറുതെ കിടപ്പുണ്ട്, ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. എന്നാലും അതെല്ലാം എന്ത് ചെയ്യാൻ ഒക്കും? അത് ധനമായിത്തീരും. അപ്പം ധനം, പണം, മൂല്യം, വാല്യൂ, അതിന് ലിമിറ്റില്ല. അതോ ലിമിറ്റഡ് ആണോ? ആ ചിന്താ രീതി, ആ മനോഭാവം നമ്മുടെ ഭാവി സാമ്പത്തികമായിട്ടുള്ള നിലവാരത്തെ നിയന്ത്രിക്കും. അതൊരു ലിമിറ്റഡ് സപ്ലൈ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം എൻ്റെ ഭാവിയിൽ എനിക്കൊരിക്കലും ആവശ്യത്തിന് കാണത്തില്ല. കാരണം ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും വലിച്ചെടുത്തു, എനിക്കൊന്നുമില്ല, എൻ്റെ പോക്കറ്റ് കാലിയാണ്. ആ ചിന്താഗതിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്നെ അത് തടസ്സപ്പെടുത്തും. അത് വലിയൊരു പ്രശ്നമാണ്. എഫേസ്യ ലേഖനം 4:28 നോക്കാം. എഫേസ്യ ലേഖനം 4:28 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. എഫേസ്യർ 4:28, Ephesians 4:28. പിശാചിന് ഇടം കൊടുക്കരുത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ഓക്കെ, let him who stole steal no longer. ക്ഷമിക്കണം, നീ കേൾക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്, എന്തോ കാരണത്താൽ ഇതങ്ങോട്ട് പ്രോപ്പറായില്ല. എന്നാലും മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കണ്ട, അതിന് പകരം എന്ത് ചെയ്യണം? But rather let him labor, working with his own hands what is good. മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കണ്ട. അപ്പോൾ മോഷ്ടിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? വിശന്നിട്ടായിരിക്കും, ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കാതിരിക്കുക. അവരെന്ത് ചെയ്യട്ടെ? അധ്വാനിക്കട്ടെ, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കട്ടെ.
അതിനകത്തൊരു ലാസ്റ്റിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോണ്ടേ, that he may have something to give to him who has need. ഇല്ലാത്തവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ. മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കണ്ട. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അദ്ദേഹത്തിന് വയറ് നിറയ്ക്കാൻ നല്ല പറഞ്ഞേക്കുന്നത്, മറ്റുള്ളവർക്കും കൊടുക്കാൻ. എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് വയറ് നിറച്ച് എങ്ങനെങ്കിലും അങ്ങ് തട്ടിമുട്ടി ജീവിച്ചു പോവുക എന്നുള്ള ഒരു ചിന്താഗതി അനേക ജനങ്ങളുടെ മനസ്സിലുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം. കാരണം ഈ ധനവാന്മാർ എല്ലാം ഊറ്റിയെടുത്തു. നമ്മൾ കിട്ടുന്ന ചെറിയ ഈ ക്രംസും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാം എന്നുള്ള ചിന്താഗതി കിടക്കുന്നുണ്ട്. നമുക്ക് വലിയ പ്രശ്നമാണ്. എന്നാലും ഈ വാക്യത്തിൽ നോക്കിയാൽ കാണുന്നത്, വിശക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യണം? ഒന്നിറങ്ങി ഒന്ന് അധ്വാനിച്ചാൽ മതി. വിശപ്പടക്കാമെന്നല്ല എഴുതിയേക്കുന്നത്, ഇല്ലാത്തവനും കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, സമൃദ്ധിയായിട്ട് അതിൽ നിന്ന് ലഭിച്ച് സമൃദ്ധിയായിട്ട് ദൈവം തന്ന് മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള സ്തോത്രം, ധനം ദൈവം തരാം എന്നുള്ളൊരു വാഗ്ദത്തമാണ്. ലിമിറ്റഡ് സപ്ലൈ ആണോ? വെൽത്ത് ഈസ് ക്രിയേറ്റഡ്. സമ്പത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത ചില ആഴ്ചകൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാലും ഇതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഇത്. വേറൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞു. 12-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യമാണ്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ ആ വേഴ്സ് എഴുതി വെച്ചില്ല. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. വായിച്ചോ പ്ലീസ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിച്ച് എന്ത് ചെയ്യും? വലിയൊരു പേരാക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിച്ച് നിന്നെ തൃപ്തി വരുത്തി നിനക്ക് ആവശ്യമുള്ള തരം നിന്നെ വയറ് നിറയ്ക്കും അല്ല, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ? എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടന്നു പോയാൽ മതി, എങ്ങനെയെങ്കിലും മാസം തീരുന്നതിന് മുമ്പേ പണം തീരുന്നു. ആ ഒരു അവസ്ഥ മാറ്റി എങ്ങനെയെങ്കിലും 30-ാം തീയതി 31-ാം തീയതി ആവുന്നിടം വരെയെങ്കിലും ആ കിട്ടിയ ആ സാലറി, ആ കിട്ടിയ തുക അവിടം വരെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ഒരു ഉടമ്പടിയായിരുന്നു അബ്രഹാമിനോട് ചെയ്തത്. ആ ഉടമ്പടിക്കകത്തുള്ളതായിരുന്നു അനുഗ്രഹം. അപ്പം നമ്മൾ ചിന്തിക്കും, ചുമ്മാ പണിയില്ല, ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഇത് കേൾക്കുന്നതാണ്. ശരിയാട്ടോ, ഇത്തിരി വർഷങ്ങളായിട്ട് കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാലും ഇന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ചിന്തകളിൽ അടുത്ത ചില ആഴ്ചകളിൽ എൻ്റെ മനോഭാവത്തിന് ഒരു വ്യത്യാസം വരുത്തണമേ. എൻ്റെ ചിന്തയ്ക്കൊരു മാറ്റം വരുത്തണമേ. എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന എന്തുവാന്നേലും അതിനൊരു മാറ്റം വരുത്തണമേ. കാരണം ദൈവത്തിന് മക്കളെല്ലാം ഒരുപോലെ. ഒരാൾക്ക് കൂടുതൽ കൊടുത്തു, ഒരാൾക്ക് കുറച്ച് കൊടുത്തു, ഒരാളെ ചവിട്ടി താത്തു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്ലാനിൽ ഇതില്ല. മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും, എന്നാലും ദൈവം അങ്ങനത്തെ ദൈവമല്ല. സ്തോത്രം. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും തന്നിരിക്കും. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് സ്തോത്രം. പിന്നെ ഞാൻ അവസാനത്തെ എഴുതിയിട്ടുണ്ടല്ലോ, വെൽത്ത് ഇസ് ക്രിയേറ്റഡ്. ഒരു ദിവസത്തെ ജോലി, വേതനം, അതിൻ്റെ മൂല്യം എന്തുവാ? കേരള ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞേക്കുന്നത് 8 മണിക്കൂർ. ഓക്കെ, ആയിക്കോട്ടെ. എത്ര? പണ്ടൊരു
ഇവിടെ ഒരു സമരം നടക്കുമായിരുന്നു, ഒരു ഹർത്താലോ ബന്ധോ, അന്ന് ഏത് പേരാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാം ഒരേ സാധനം വേറെ പേര് കൊടുത്തതേ ഉള്ളൂ. വിലക്കയറ്റത്തിനെതിരെയായിരുന്നു. അന്ന് ഞാനും ചാർലിയും കൂടെ ഇങ്ങനെ പത്തനാപുരത്തോട്ട് അന്ന് തന്നെ പോവാം, കാരണം ഞങ്ങളുടെ ഒരു പാപ്പൻ മരിച്ചു, അടക്കമായിരുന്നു. ഭയങ്കര പ്രശ്നമായിത്തീർന്നു. ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് വണ്ടി തടഞ്ഞു നിർത്തി, ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങോട്ട് വന്നിട്ട് ഒരാൾ ചാർലിയെ വണ്ടി ഓടിച്ച് ചോദിച്ചു, ഇന്ന് ഏത് ദിവസമാണെന്നറിയാമോ? ചാർലി തിങ്കളാഴ്ച ആണെന്നല്ലോ ചോദിച്ചാൽ പുള്ളിക്ക് ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പുള്ളി വല്ലതായി. വിലക്കയറ്റത്തിനെതിരെയുള്ള, ശരിയല്ലയോ? വിലക്കയറ്റം വരുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ വില വർദ്ധിക്കുന്നു. ബസ്സിൻ്റെ എമൗണ്ട് വർദ്ധിക്കുന്നു, ആഹാരം, അരി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെ വില കയറിപ്പോകുന്നു. ആ തടഞ്ഞു നിർത്തിയ ആൾക്കാർ അവർ ജോലിക്ക് പോകുമ്പോഴും അവർക്ക് കിട്ടുന്ന എമൗണ്ടും കൂടി. ഞാൻ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ആരെങ്കിലും എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് very ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഒരു നമ്പറും കൊണ്ടുള്ള കളിയാണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കണേ. ഇവിടെ കൂടി അവിടെ കൂടി, ഇവിടെ വർദ്ധിച്ച് ഇവിടെ വർദ്ധിച്ച് എല്ലാം ഒരേപോലൊക്കെ ഒന്ന് പോക്കി. അത്രയും സിമ്പിളല്ല, എന്നാലും സിമ്പിളാണ്. അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് നല്ല ജോലി പോയി എടുക്കണം, എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വിദ്യാഭ്യാസം നല്ല കാര്യമാണ് കേട്ടോ, എല്ലാവരും പഠിക്കണം. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പറയുന്നില്ല. നമ്മുടെ ജെയ്സൺ പാസ്റ്റർ താമസിക്കാതെ ഇത്ര നാൾ മാസ്റ്ററായിരുന്നു, ഇനിയും ഡോക്ടർ ആകാൻ പോവുക. എനിക്കൊന്ന് 1 വർഷമൊക്കെ കൂടെ എടുക്കുമായിരിക്കും സംതിങ്. അപ്പം വിദ്യാഭ്യാസത്തിനെതിരല്ല, വിദ്യാഭ്യാസം വേണം, എല്ലാവരും പഠിക്കണം. പിന്നെ അത് മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കണം, അവസാനം വരെ നമ്മുടെ നോളജ് ഒരിക്കലും നിർത്തുന്നില്ല, അതെപ്പോഴും വേണം. എന്നാലും ബൈബിളിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ല ഡിഗ്രി എടുത്തിട്ട് നല്ല ജോലി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം ഒരു മോഡേൺ കോൺസെപ്റ്റാണ്. എനിക്ക് ഡിഗ്രി കിട്ടി, എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എനിക്ക് ജോലി താ, മാസം തോറും ഒരു സാലറി, അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് സാലറിക്ക് ഒരു വർധന, പിന്നെ വരുമ്പോൾ വേറെ അടുത്ത വർഷം പിന്നെ ഒരു വർധന, പിന്നെ ഞാൻ ഇത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിരിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഈ എമൗണ്ട് കിട്ടണം, എനിക്ക് പിന്നെ ESI കിട്ടണം, ഇത് കിട്ടണം, അത് കിട്ടണം, ഇങ്ങനെയുള്ള എല്ലാം അവർ തരണം. നല്ലതാണ് കേട്ടോ, ആ നിയമങ്ങളൊക്കെ നല്ലതാണ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും ബൈബിളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടോ? ഇല്ല. ഇൻട്രസ്റ്റിംഗ് അല്ലയോ? ഇതെല്ലാം ഒരു മോഡേൺ കോൺസെപ്റ്റാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ ഒരു ചിന്തയിൽ ശ്രദ്ധിച്ചോണേ, ചെറുപ്പക്കാരും ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചോണം, ആ ഒരു പേരൻസും ശ്രദ്ധിച്ചോണം. ആ ഒരു ചിന്ത നല്ല കാര്യമാണ്, അതിന് ദോഷമൊന്നുമില്ല. എന്നാലും ആ ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിൽ കിടക്കുവാണെങ്കിൽ നമുക്കിത് ഒരു തടസ്സമായിത്തീരും. നമ്മുടെ ഭാവിക്ക്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ സാമ്പത്തികമായിട്ട് ഗ്രോത്തിന്, നമ്മുടെ മാനസികമായിട്ട് ഗ്രോത്തിന്, പിന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഗ്രോത്തിന്. കാരണം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് സമ്പത്ത് വളർത്തിയെടുക്കാൻ, വർദ്ധിക്കാനുള്ള കഴിവ് ആര് തരുന്നു? യഹോവയായ ദൈവം തരുന്നു. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നതാ. അവൻ പറയും, ഞാനിപ്പോൾ വലിയ ദൈവമക്കളൊന്നും ആയിരിക്കത്തില്ല, എന്നാൽ പിന്നെ എനിക്ക് ദൈവം തന്നിട്ടില്ല, എനിക്ക് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരായിരിക്കും ദൈവത്തിൻ്റെ മക്കൾ, ഞാനിപ്പം ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനല്ല. അല്ലെങ്കിൽ പിന്നെ എന്തുവാ? പലപ്പോഴും നമുക്ക് അവൈലബിളായിട്ടുള്ള കാര്യം, നമുക്ക് ലഭ്യമാകുന്ന പല കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നത്
ശ്രദ്ധിച്ചോണേ, നമ്മൾ അറിയാതിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ തടസ്സമായി തീരും. പല സംസ്ഥാനങ്ങളിൽ, അങ്ങനെ മാത്രം ഞാൻ പറഞ്ഞോളാം, ഇത് യൂട്യൂബിൽ പോകുന്ന പല സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്ന നല്ലതെന്നുള്ള ചിന്താഗതിയുള്ള ചില നേതാക്കന്മാരുണ്ട്. കാരണം ചില വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൂടിയാൽ അവരൊരു ഹ്യൂമൻ, അവരൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവർക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അങ്ങ് താഴ്ന്ന ലെവലിൽ വെച്ചിരുന്നാൽ മതി. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ചില നേതൃത്വത്തിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള ചിന്താഗതിയുണ്ട്. അത്യാവശ്യത്തിന് പേരിന് വേണ്ടി എവിടെയെങ്കിലും 1-2 സ്കൂളുകളൊക്കെ. ദൈവമക്കൾ അവിടെ ചെല്ലുന്നതിൻ്റെ വലിയൊരു പ്രശ്നം ഇതാണ്. ഇവർ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തുവാ പ്രശ്നം ഉണ്ടാക്കുന്നത്? സ്കൂൾ തുടങ്ങും, വിദ്യാഭ്യാസം കിട്ടും, അറിവ് വർദ്ധിക്കും. ആ അറിവ് അവരുടെ വാല്യൂ എന്തുവാന്ന് അവർ മനസ്സിലാക്കാത്ത പ്രശ്നമായി തീരുക. അപ്പോഴൊരു ജോലി ചെയ്യണ്ടെന്ന് പറയുന്നത് അല്ല, ജോലി ചെയ്യണ്ടെന്ന് പറയുമല്ല, ജോലി ചെയ്യണം. അതിനപ്പുറം വേറെ ചില കാര്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം അല്ല, പ്രൊവേർബ്സ്, സദൃശ്യവാക്യം 24-ാം അധ്യായം, സദൃശ്യവാക്യം 24-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. വെളിയിൽ നിന്റെ വേല ചെയ്യുക, വയലിൽ എല്ലാം തീർക്കുക, പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക. വയലിൽ എല്ലാം തീർക്കുക. ഇംഗ്ലീഷ് പറഞ്ഞേക്കുന്നത് പ്രിപ്പയർ യുവർ ഫീൽഡ് ഫസ്റ്റ് ദെൻ ബിൽഡ് യുവർ ഹൗസ്. വയൽ തയ്യാറാക്കുക, വയൽ പണിത് തയ്യാറാക്കുക, പിന്നെ വീട് പണിയുക. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഹൃദയത്തിൻ്റെ വലിയൊരു ആഗ്രഹം 10 സെൻറ്റ് സ്ഥലം, ഒരു വീട് വയ്ക്കണം, ഒരു ഇച്ചിരി ഭൂമിയും ഒരു വീട് വയ്ക്കണം. വേണം കേട്ടോ, വേണമെന്ന് പറയുന്നില്ല, അത് വേണം. എന്നാൽ ഈ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? വയൽ ആദ്യം പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, വചനത്തിലുള്ള വയലെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഒരു വരുമാന സാധ്യത, ഒരു സ്ഥിരമായിട്ട് വരുമാന സാധ്യത. വയൽ അപ്പം പറയും ഒരു ജോലി അല്ലല്ല. ഒരു ജോലി എന്ന് പറയുന്നത് ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെട്ട് വേറൊരാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് അവരെന്തെങ്കിലും മാസം തോറും ഇട്ട് തരുക. അതേണ്ടിരിക്കട്ടെ. ESI വേണോ? എന്നാൽ പിന്നെ ESI കൂടെ തന്നേക്കാം. അല്ല PF വേണോ? എന്നാൽ PF തന്നേക്കാം. അല്ല എനിക്ക് ഇതൂടെ അതും തന്നേക്കാം. ഓണത്തിന് അതും തന്നെ, ക്രിസ്മസിന് ഓക്കെ അതും തന്നേക്കാം. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? മുട്ടുമേൽ നിന്ന് തരണേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് തരണേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് തരണേ. ക്ഷമിക്കണം, ഞാൻ ആരും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയല്ല, വചനത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഞാൻ എൻ്റെ വയൽ തയ്യാറാക്കുമ്പോഴുണ്ടല്ലോ അതെൻ്റേതാ. ഞാൻ ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുമ്പോൾ അതെൻ്റേതല്ല, അത് വേറൊരു വ്യക്തിയുടെയോ ഒരു കൂട്ടം ആൾക്കാരുടെ അവരുടെ സ്ഥാപനമാണ്. അവർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുക. അവരുടെ ധനം വർദ്ധിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടെന്ന് പറയുമല്ല, ചെയ്യണം. എന്നാലും വേറൊരു ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കണം. അപ്പം യഥാർത്ഥമായിട്ട് എനിക്ക് സാലറി കിട്ടുന്നു, ഓരോ വർഷം ഇൻക്രിമെൻ്റ് കിട്ടുന്നു, ESI കിട്ടുന്നു, PF കിട്ടുന്നു, ഓണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടും, നല്ല കാര്യമൊക്കെയാണ്. എന്നാലും ഒരിക്കലും ഞാൻ കിടന്ന് അധ്വാനിക്കുന്ന പണിയുന്നത് അതെൻ്റെ അല്ല. ചില വർഷം മുമ്പേ എനിക്കന്നൊരു 18 വയസ്സുള്ളപ്പോഴാണ്, കുറച്ച് വർഷമായിട്ടുള്ളൂ, 18-19 വയസ്സേ ഉള്ളൂ. പ്രായമുള്ളൊരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ, അലക്സി, ഡോണ്ട് ഫർഗെറ്റ്, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഒരു കാര്യം മറക്കരുത് അലക്സി, ഒരു കാര്യം മറക്കല്ലേ, കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി. അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുക, ജോലി രാത്രിയിലായിരുന്നു.
വൈകിട്ട് 8:30 ജോലി തുടങ്ങും. വെളുപ്പിനെ 4 മണി 4:30 വരെ ജോലി ചെയ്തിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ 5 മണി 5:30 ആകുമ്പോൾ ഹോസ്റ്റലിലെത്തും. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഉണർന്നിരിക്കാൻ വേണ്ടി 4, 5, 6 കട്ടൻ കാപ്പി കുടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലൊക്കെ ഉണർന്നിരിക്കാൻ ഒത്തിരി പാടുപെട്ടു. രാത്രി മുഴുവൻ പിന്നെയും ജോലിയാണ്. ഇടയ്ക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി ഉറങ്ങി കഷ്ടപ്പെട്ട് പിന്നെയും പോയി ജോലിയാണ്. രാത്രി മുഴുവൻ ജോലി. ഫീസ് അടയ്ക്കണം, വേറെ പരിപാടിയൊന്നുമില്ല. കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഒരു പ്രാവശ്യം 2 ദിവസം 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം കുറേ അസൈൻമെൻറ്റ് തീർക്കാനുണ്ട്. അതുകൊണ്ട് 48 മണി ഞാൻ വണ്ടി അന്നൊരു ബൈക്കായിരുന്നു. ബൈക്കിൽ ഓടിച്ച് വീട്ടിലോട്ട് പോയി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കാരണം എൻ്റെ ശരീരമെല്ലാം വല്ലാതെ എടുക്കുന്നത്. കാരണം ഉറക്കം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലുതാമേ, കർത്താവേ എന്നെ ഒന്ന് നിലനിർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോവാ. കാരണം പോയി കിടന്നാൽ മതി. അന്ന് പിന്നെ ക്ലാസ്സിലും പോകാനൊത്തില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അലക്സി, നീ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, നല്ല കാര്യമൊക്കെയാണ്. എന്നാലും അതിൻ്റെ ഫലം ആദ്യം നിനക്ക് വേണം കൊടുക്കാൻ, പിന്നെ ബാക്കി പേയ്മെൻറ്റ് എവിടെയാണെങ്കിലും കൊടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ ആരും വെറുതെ ഇരിക്കുന്നവരില്ല. ചിലർ വെയിലത്താണെന്നും മഴയത്താണെങ്കിലും എവിടെയാണെങ്കിലും കിടന്ന് അധ്വാനിക്കുന്നു. അവസാനം കഴിയുമ്പോഴത്തേക്ക് നടുവെല്ലാം കൂടെ ഒരു പരുവമായി കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനല്ല. അദ്ദേഹം പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്. പുള്ളി പറഞ്ഞു, പേ യുവർ സെൽഫ് ഫസ്റ്റ്. പ്രായമുള്ളൊരു അപ്പച്ചനായിരുന്നു. ഞാനത് വളരെ ശ്രദ്ധിച്ച് ഞാൻ കേട്ടു. എല്ലാം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനത് കേട്ടു. പേ യുവർ സെൽഫ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് ഇല്ലയോ, സോറി, തീർന്നുപോയി. എന്നാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ വ്യക്തിക്ക് ആദ്യം കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി. ഒരു നല്ലൊരു ലെസൺ എനിക്കതിൽ പഠിക്കാനൊത്തു. ഇതിന് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ബിൽഡ് യുവർ അസറ്റ്സ് ഫസ്റ്റ്. വയൽ തയ്യാറാക്കണം. എനിക്കായിട്ടൊരു വയൽ ഞാൻ തന്നെ പണിതെടുക്കുക. ആരും തരാൻ പോകുന്നില്ല കേട്ടോ. ആരെങ്കിലും തരുമെന്ന് നോക്കിയിരുന്ന വേണ്ട. ആരെങ്കിലും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും അത് എടുക്കാതിരിക്കുന്നതല്ല. എവിടൊക്കെ ഫ്രീ കണ്ടിട്ടുണ്ടോ, എടുക്കരുത് കേട്ടോ. അതിൻ്റെ പുറകെ പോകണ്ട. അതിൻ്റെ പുറകെ ഒത്തിരി ഒന്നും കഷ്ടപ്പെടണ്ട. ഫ്രീ എവിടെ ഉണ്ടോ അതിൻ്റെ കൂടെ ഒരു ഹുക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും അതിൻ്റെ കൂടെ ഹുക്കുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ആൻഡ്രോയിഡ് കിട്ടിയല്ലോ, അല്ലെങ്കിൽ ആപ്പിൾ കിട്ടി. ആൻഡ്രോയിഡ് നമ്മുടെ കൂടുതലും എല്ലാവരുടെയും ആൻഡ്രോയിഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉള്ള കാര്യമാണ്. വീട്ടിലിരുന്ന് എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുക. വീട്ടിൽ അലക്സ ആവശ്യമില്ല, ഈ സാധനം മതി. ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്തു, ഇന്ന സാധനം കിട്ടിയാലോ, ഇന്നൊന്ന് മേടിച്ചാലോ, ഇതൊന്ന് നോക്കിയാലോ, ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കിയാലോ എന്ന് ഡിസ്കഷൻ മാത്രം മതി. ഇതിനകത്ത് അതിൻ്റെ പരസ്യം വരാൻ തുടങ്ങും. ഫ്രീയാ, എന്നാലും അതിൻ്റെ ഹുക്കുണ്ട്. നമ്മളെ ഹുക്ക് ചെയ്തിരിക്കുക. ബിൽഡ് യുവർ അസറ്റ്സ്. നമുക്കായിട്ട്, നമ്മുടേതായിട്ട്, എൻ്റേതായിട്ട് എന്തെങ്കിലും ഞാൻ പണിതെടുക്കണം. ജോലി വേണ്ടെന്നല്ല, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, നല്ലപോലെ പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, നല്ല ജോലി കിട്ടണം, അത് വേണം, നല്ലതാണ്. ഒക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടറേറ്റ് വരെയും പഠിക്കണം. ഞങ്ങളുടെ പപ്പ പറയാം 2-3 ഡോക്ടറേറ്റെങ്കിലും അത്യാവശ്യം എടുക്കണം. ഒരെണ്ണത്തിൻ്റെ തന്നെ കഷ്ടപ്പാട് നമുക്ക് അറിയത്തുള്ളൂ. ജേസൺ ഭാഷ ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചോദിച്ചാൽ മതി എത്രയും കഷ്ടപ്പാടാന്ന്. എൻ്റെ ദൈവമേ, 2-3 പറയാൻ എളുപ്പമാണ് അല്ലേ? എന്നാലും കഷ്ടപ്പെടണം, വേണം, കഷ്ടപ്പാട് വേണം. എന്നാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള ആ ചിന്താഗതി മാറ്റിയിട്ട് എന്തെങ്കിലും എനിക്ക് ബിൽഡ് ചെയ്യണം, എൻ്റേതായിട്ട് ബിൽഡ് ചെയ്യണം, ഞങ്ങളുടേതായിട്ട് ബിൽഡ് ചെയ്യണം, നമ്മുടേതായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. ആരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും തരാമെന്നുള്ള ചിന്താഗതി കംപ്ലീറ്റ് മാറ്റി വെച്ചേ പറ്റൂ. സ്തോത്രം. ഇനി അവസാനത്തെ സ്ലൈഡിലോട്ട് വരാം. ഒത്തിരിയും പ്രാവശ്യം ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള കഴിഞ്ഞ 25, 26, 27 വർഷമായിട്ട് ഷെയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിന് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒരു സാമ്പത്തികമായിട്ടുള്ള ക്രമം ഇല്ലാത്തവർക്ക് വേണ്ടി
നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല സാമ്പത്തികമായിട്ട് ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നല്ല കാര്യം. എന്നാലും ഒരു കാര്യം ക്രമത്തിലാക്കിയിട്ടില്ലാത്തവർക്ക് ഒരു സജസ്റ്റഡ് ഫൈനാൻഷ്യൽ പ്ലാൻ ഞാൻ പറയാം. ഒന്ന്, ആദ്യമായിട്ട് 10% ദശാംശം കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഒരു കവറിൻ്റെ കൊണ്ടുവന്നു. ദയവായിട്ട് ദശാംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൻ്റെ 10%. നിങ്ങൾ ഇടുന്നത് ദശാംശമല്ല എങ്കിൽ, ശ്രദ്ധിച്ചോണേ, ഇടുന്നത് ദശാംശമല്ല എങ്കിൽ ദശാംശം എന്നുള്ളിടത്ത് എഴുതരുതേ. അതിൻ്റെ താഴെ അതേഴ്സ് ഉണ്ട്. മലയാളത്തിൽ മറ്റിനം എന്ന് എഴുതിയിട്ട് അതേഴ്സ് എന്നുള്ളിടത്ത് എഴുതണേ കേട്ടോ. ദശാംശം അല്ലെങ്കിൽ ഇവിടെ ദശാംശം പറഞ്ഞ് എഴുതരുതേ. കാരണം ചിലരുണ്ട് 50 രൂപ, 20 രൂപ, 30 രൂപ ദശാംശം എന്ന് എഴുതരുതേ. ഓക്കെ, അത് സ്പെഷ്യൽ ഗിഫ്റ്റോ അല്ലെങ്കിൽ സംഭാവന എന്നുള്ളിടത്തോ വല്ല എഴുതിയാൽ മതി. അല്ല അതേഴ്സ് അവിടോട്ട് എഴുതിയാൽ മതി. 10%. അപ്പം ചോദിക്കും, 10% ഇവിടെ തന്നെ കൊടുക്കണോ? അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളും ദൈവമായിട്ട് തീരുമാനിക്കുക. അതിപ്പം എനിക്ക് അതിന് വാക്യം പറയാനൊക്കത്തില്ല. ഇവിടെ അടുവിനെടുത്തടിച്ച് കൊടുക്കണം അതിന്. പിന്നെ ഇവിടെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരത് ചെയ്യുന്നു. ഞാൻ പോയി ഇന്നാർ കൊടുത്തോ, ഇവർ കൊടുക്കുന്നുണ്ടോ, ഇവരെത്ര കൊടുക്കും, ഞാൻ പോയി ചോദിക്കാറില്ല. മൊത്തമായിട്ടുള്ള കണക്ക് നോക്കുന്നുണ്ട്, എന്നാലും എല്ലാത്തിനും ഡീറ്റെയിൽ നോക്കാറില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. എന്നാലും ഞാനിത് പൊതുവേ പറയുക, നമ്മൾ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കണം. രണ്ടാമത് 10% സേവിങ്സ്. കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത് നീല എഴുതിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾ മുമ്പേ, ഏകദേശം 21 വർഷം മുമ്പേ ഇത് പഠിപ്പിച്ചു വന്നപ്പോഴേ അന്നൊരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പണ്ടേ കൊച്ചിലെ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ പ്രയോജനപ്പെട്ടു. ഞാൻ പറഞ്ഞു, കൊച്ചിലെ അറിയത്തില്ലായിരുന്നല്ലോ, ഇപ്പോഴറിയാമല്ലോ, ഇപ്പോഴങ്ങ് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് 20-21 വർഷമായി, ഇതുവരെ അത് തുടങ്ങിയിട്ടുമില്ല, അത് പ്രയോജനം ഉണ്ടായിട്ടുമില്ല ആ വ്യക്തിക്ക്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുക, കൊച്ചിലെ വിട്ടേര്, കൊച്ചിലെ ചെയ്യാനൊക്കാത്ത കാര്യമൊക്കെ വിട്ടേര്. അതിന് ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് സേവിങ് വാസ് യെസ്റ്റർഡേ, ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇസ് ടുഡേ. ഏറ്റവും നല്ല സമയം ഇത് തുടങ്ങാൻ ഇന്നലെ ആയിരുന്നു. രണ്ടാമത്തെ നല്ല സമയം ഇന്ന്. അതുകൊണ്ട് ഇന്ന് അങ്ങ് തുടങ്ങാം. ശ്രദ്ധിച്ചോ, 10% സേവിങ്സിൽ. എന്നാലും അവിടെ ഇരിക്കുന്നുണ്ട് 6 months ഓഫ് ഇൻകം. 6 മാസത്തെ വരുമാനമാകുന്നിടം വരെ ഒരു അക്കൗണ്ടിലോട്ട് അത് മാറ്റിയിടണം. പിന്നെ മൂന്നാമത് 10% ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തുടരുത്. നമ്മുടെ കഴുത്ത് പോയാലും തുടരുത്. അത് വെറുതെയാണ്, എന്നാലും അതിൻ്റെ എക്സ്ട്രീമിറ്റി പറയാൻ വേണ്ടിയാണ്. അതൊരു ഹൈപ്പർബിളിയാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കല്ലേ. എന്ത് പറ്റിയാലും അത് തുടരുത്. എത്ര നാളത്തേക്ക്? 20 വർഷം, 30 വർഷം, 40 വർഷം, 50 വർഷം കിടക്കട്ടെ, അതിനകത്ത് കിടക്കട്ടെ, തുടരുത്. അതേത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാൻ പല ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനും പറഞ്ഞുതരാം. നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അത് വർധനയും നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലും. ചിലതുണ്ട് എല്ലാ മാസവും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരിക്കാനൊക്കുന്ന രീതികളുണ്ട്. പല വെറുതെ ഉള്ള കളിയൊന്നുമല്ല, നാളെ ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സംഭവമല്ല, എന്നാലും വളരെ അടിസ്ഥാനപരമായിട്ട് മൂല്യമായിട്ടുള്ള വാല്യൂ ഉള്ള സംഭവം ഉണ്ട്. അത് ചെയ്യാൻ നോക്കുന്നത് 10% ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നെ 70% നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി. എനിക്കറിയാം ഇത് പ്രശ്നമായി പറയുമ്പോൾ, കാരണം പലരും 110% എക്സ്പെൻസിനും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിങ്ങനെ 10% എവിടുന്ന് വന്നു? എവിടുന്ന് നോക്കി അങ്ങ് വരും. കടച്ചെന്ന് സാധനം മേടിക്കുമ്പോൾ ഒന്ന് തല ഉളുക്കി കാണിക്കും. അപ്പം അദ്ദേഹവും തല ഉലുക്കും അല്ലേ, ഓക്കെ പോയി, പിന്നെ എപ്പോഴെങ്കിലും കൊടുത്തോളാം. അത് പിന്നെ അത് 10% എക്സ്ട്രാ വരും. 110% കൊണ്ട് കടത്തില്ല ആൾക്കാർ ജീവിക്കുന്നത്. ഇല്ലെന്നേ, നിങ്ങൾ എന്തുവാ പറയുന്നത്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിയാമോ? ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ പ്രയാസം അറിയാമോ? ഇല്ല. ശരി, ഓക്കെ, മനസ്സിലാക്കുന്നു. ധനം ലിമിറ്റഡ് സപ്ലൈ ആണ്. ഭൂമി ലിമിറ്റഡ്. ഇതിന് ഈ സാധനമൊന്നും വീർക്കാൻ പോകുന്നില്ല, നമ്മുടെ ഈ ഭൂമി വീർക്കാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 6 മാസത്തെ സേവിങ്സിനകത്ത് നമ്പർ 2 സേവിങ്സ് ആണല്ലോ. 6 മാസത്തേത് അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, 6 മാസത്തെ വരുമാനം ഒരു അക്കൗണ്ടിൽ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ
ഇതിനെ തിരുത്തണം. തിരുത്തുന്നത് എങ്ങനെ? 10% ദശാംശം, പിന്നെ 20% ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെയും എക്സ്പെൻസിന് 70% ഉള്ളൂ. ആ 70% കൊണ്ട് കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകണം. ഓർക്കുന്നോ, ജോലി പോയ സമയത്ത് എന്ത് ചെയ്തു? എങ്ങനെയോ കാര്യങ്ങൾ നടന്നുപോയി. ഓർക്കുന്നോ, വരുമാനം കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? എങ്ങനെയോ കാര്യങ്ങളൊക്കെ നടന്നുപോയി. അല്ല, എനിക്ക് കടം വീട്ടാനുണ്ട്, എത്രയോ കടമുണ്ടെന്നറിയാം. ശരി, എന്നാലും അത്രയും കടമുള്ള സമയത്തും എന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നല്ലോ. എന്തും ആവശ്യമുള്ള രാവിലെ ഒരപ്പോ ദോശ അല്ലെങ്കിൽ ഒരു മുട്ട, 2 മുട്ട, ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും കറിയും തോരനും ഒക്കെ, ഇത്രയ്ക്ക് കാര്യമുള്ളല്ലോ. സ്തോത്രം. സമയം ഒത്തിരി പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം ഞാൻ സമയമെടുക്കാൻ പോകുന്നു. കാരണം ഈ 5 ആഴ്ചയുള്ള മെസ്സേജ് ഞാൻ ചിന്തിക്കുന്നു ഇവിടെ പ്രസംഗിക്കുന്നതിലെ ഏറ്റവും ആത്മീയമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ വരുന്ന 5 ആഴ്ച. ഏറ്റവും ആത്മീയമായിട്ടുള്ളത്. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവം എന്നെ കരുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായത്. അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ബാക്കിയെല്ലാവരും സ്നേഹിക്കുന്നു, അവർക്കെല്ലാവരും ദൈവത്തിന് പ്രിയമായിരിക്കുന്നു, ഞാനൊരു സെക്കൻഡ് ക്ലാസ് ദൈവം പൈതല എന്നുള്ള ചിന്താഗതി കിടക്കും. എന്നാലും നമുക്കെല്ലാവർക്കും, ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും ഈ ഭൂമിയിലുള്ള റിസോഴ്സസ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പണിതെടുക്കാനും ബിൽഡ് ചെയ്തെടുക്കാനും നമ്മൾ ബുദ്ധിയോടെ ഓരോ സ്റ്റെപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും അതിൻ്റെ ആരംഭത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് ഈ ധനത്തിന് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തികമായിട്ട് മേഖലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വേണ്ടിയും കൂടാന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എന്നെ ഒരു സെക്കൻഡ് ക്ലാസ് ദൈവ പൈതലായിട്ട് മാറ്റിയിട്ടില്ല. ദൈവത്തിന് ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവമേ, മനുഷ്യർ അങ്ങനെയൊക്കെ സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും എല്ലാം മനുഷ്യർ ചെയ്യും, അത് മനുഷ്യരുടെ കാര്യം. എന്നാലും ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ എല്ലാ മക്കളും ഒരേ വാല്യൂ, ഒരേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളല്ലോ ഈ ഇരിക്കുന്നവർ. ആന്ന് നമ്മളെല്ലാവരും ഒരേ ക്രിസ്തുവിൻ്റെ അതേ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനാണെങ്കിൽ നമ്മളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്ന സെയിം വാല്യൂ, മൂല്യം കൊണ്ടാണ്. ഇത് വളരെ ആത്മീയമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. മറ്റെല്ലാത്തിനേക്കാട്ടിലും കൂടുതൽ